ഐഡിയാസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു ബീട്രൂട്ട് ഹൽവയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യണ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് വെച്ചിട്ട് ഹൽവ ഒന്ന് ഉണ്ടാക്കാമോ എന്ന്. അപ്പോൾ ഞാനിന്ന് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹൽവയാണ് കേട്ടോ അത്. പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്വീറ്റൊക്കെ കഴിക്കാനൊക്കെ തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടുത്തെ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം എടുക്കാനായിട്ട്. നമ്മളിത് വാടിയിട്ടുള്ള ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാടിയ സ്മെല്ലാണ് ഉണ്ടാവുക. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കളറും കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കുക. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കിയ ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യ് നല്ലോണം ഉരുകി വന്നതിന് ശേഷം പിന്നെ ഇതിലോട്ട് ഒരു 10 ബദാം പരിപ്പ് കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബദാം പരിപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് കാഷ്നട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കൂടെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളരിക്കയുടെ സീഡ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, നമുക്ക് നട്ട്സ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടൊന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ബീട്രൂട്ട് എത്രത്തോണ്ട് വഴറ്റി എടുക്കുന്നോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവട്ടെ ഈ ഒരു ഹൽവ. കാരണം ഇത് നല്ലോണം വഴറ്റിയെടുത്താലാണ് ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ടൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ എടുക്കാം കേട്ടോ. കൂടുതലായിട്ടോ അതല്ലെങ്കിൽ കുറവായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മെൽറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും. പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഉരുകി വരാനൊക്കെ ആയിട്ട് തുടങ്ങും. കണ്ടില്ലേ, ഇതിലിപ്പോൾ ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആ ഒരു പഞ്ചസാര ഉരുകിയിട്ടുള്ള വെള്ളമാണ്. ഈ ഒരു വെള്ളത്തിൽ വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ബീട്രൂട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു ബീട്രൂട്ടിൽ ഇങ്ങനെ മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു നുള്ളുപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് പാക്കറ്റ് പാലോ പശുവും പാലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ബീട്രൂട്ട് എത്രത്തോണ്ട് വെന്ത് കിട്ടണോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ഹൽവ. ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകണമെങ്കിൽ ബീട്രൂട്ട് നല്ലോണമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പോളം പാൽ കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം കേട്ടോ ഒരു കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ സോഫ്റ്റായിട്ട് അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും. ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ഹൽവയിൽ കൂടുതൽ നെയ്യൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് വീണ്ടും നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അധികം നെയ്യ് ചേർക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് മാത്രമാണ് ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ എടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെയ്യൊക്കെ വേണമെങ്കിൽ ഒരു സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇത് ഈ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന നട്ട്സും സീഡൊക്കെ ഉണ്ടല്ലോ അത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് വെച്ചിട്ട് ഇതുവരെയായിട്ടും ഹൽവ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.